ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നൊരു ഈവനിങ് ഡേ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഐൻ ബേബിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡേയ്സ് ആയിട്ട് അത്ര സുഖമില്ല, ഇങ്ങനെ കഫം കെട്ടും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടാ. അങ്ങനെ നമ്മൾ ഡോക്ടറിനെ ഓൾറെഡി കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 1 വീക്ക് കഴിഞ്ഞിട്ടും അങ്ങനെ കുറവൊന്നും കണ്ടില്ല. അപ്പോൾ പിന്നെ വീണ്ടും കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ റാസൽ കീമേലിനുള്ള ഈ ഒരു ആസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാണ്. അപ്പോൾ അവിടെ ഉള്ള ഒരു ഡോക്ടറിനെ കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ വേഗം തന്നെ പിന്നെ നമ്മളെ നമ്പർ വിളിച്ച് റുവ ബേബി അവിടെ നിന്ന് കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഡോക്ടർ അശോക് കുമാർ വർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറിനെയാണ് കാണിച്ചത്. അപ്പോൾ ആൾ കുറച്ച് മെഡിസിനിൽ വ്യത്യാസങ്ങളൊക്കെ വരുത്തി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ വരുന്നത് നെസ്റ്റോയിലേക്കാണ്. അപ്പോൾ നെസ്റ്റോന്ന് നമുക്ക് കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. പിന്നെ എന്തായാലും ഇറങ്ങിയതല്ലേ, അപ്പോൾ നമുക്ക് പെരുന്നാൾക്കുള്ള ഡ്രസ്സും കൂടിയും നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അങ്ങനെ ഞാനും ഉമ്മയും ഐൻ ബേബിയും കൂടിയിട്ട് മുകളിലേക്ക് വന്നേക്കാണ് ഇവിടെ ഡ്രസ്സുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യം തന്നെ ലേഡീസ് സെക്ഷനിൽ പോയിട്ട് എനിക്കുള്ള ഡ്രസ്സാണ് നോക്കേണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് നല്ല അടിപൊളി ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നെസ്റ്റോയിൽ. അപ്പോൾ ഞാൻ കൂടുതലും കോഡ് സെറ്റ് പോലത്തെ ഡ്രസ്സാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇതേ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഡ്രസ്സിങ് റൂമിൽ വന്നിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉമ്മയാണെന്നുണ്ടെങ്കിലും ഉമ്മ ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഞങ്ങളിത് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, ഞാനും ഐൻ ബേബിയും കൂടി. പിന്നെയാണ് 40-നും കൂടിയുള്ള ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ പോയിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് അതും ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റുവ ബേബി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രോളിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ, നല്ല കുട്ടിയായിട്ട്. എനിക്കും ഉമ്മാക്കുള്ള ഡ്രസ്സാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ റുവാക്കും അയിനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, അവർക്ക് ഓൾറെഡി ഡ്രസ്സ് ഉണ്ട്, ഇടാത്ത പുതിയ ഡ്രസ്സുകൾ. പിന്നെ ഇക്കുനാണെന്നുണ്ടെങ്കിലും പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നെസ്റ്റോന്ന് തന്നെ ഇവിടെ വെജ്മി അതുപോലെ ഇവിടെ പുതിയ ഒരു ഭാഗം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ ഇങ്ങനെ ഗ്രേവി ഐറ്റംസും പിന്നെ ഫ്രൈഡ് ഐറ്റംസും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഇക്കും അവിടെ ഓർഡർ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഇതേ ഇവിടെ ഉമ്മയും റുവ ബേബിയും കൂടിയിട്ട് ഒരു കുട്ടീനായിട്ട് പരിചയപ്പെട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ റുവാക്ക് ഇതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെയും കൂടി ഒന്നിച്ചിരുന്നിട്ടാണ് കേട്ടോ അവർ കയറേണ്ടായിരുന്നത്. അപ്പോൾ അവരിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞെടുക്കുന്നുണ്ട്. ആ കുട്ടീൻ്റെ ഫാമിലീനൊക്കെ കാണിച്ചു കൊടുക്കുന്നു കേട്ടോ എവിടെയാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഓർഡർ ആക്കിയ ഐറ്റംസൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മസാല ദോശ, പൊടി ദോശ, പിന്നെ നോർമൽ ഊത്തപ്പം, ദഹിപൂരി, പിന്നെ നോർമൽ പൂരിയും അതിലേക്ക് മസാലക്കറി, അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വാങ്ങിച്ച ഐറ്റംസൊക്കെ കഴിച്ചു നോക്കി, എല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പൊടി ദോശ വാങ്ങിച്ചത് മാത്രമാണ് ഫ്ലോപ്പായി പോയത്. അത് അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ. റുവ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കണമെന്നും ഉണ്ടായിരുന്നില്ല, റുവാക്ക് ഊത്തപ്പം വാങ്ങിച്ചു കൊടുത്തിട്ട്. അങ്ങനെ നമ്മൾ എല്ലാവരെയും കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം കുറേ സമയമായിട്ടുണ്ട്, 12 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമ്മളവിടെ മുകളിൽ പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കണ ടൈം കൊണ്ട് തന്നെ റുവ ബേബിയും ഇക്കും കൂടിയിട്ട് താഴത്തുനിന്ന് ഗ്രോസറി ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കാറിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതേ നമ്മൾ വീടെത്തി. പിന്നെ റുവ ബേബിക്കാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കത്തണ ഈ ഒരു ഷൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഷൂ കിട്ടിയപ്പോൾ. അപ്പോൾ അതിട്ടിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു പേടി പോലെ കേട്ടോ. അവൾ ബെഡുമ്മലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാണ് മെല്ലെ ഇങ്ങനെ നടക്കണത്. അപ്പോൾ ഇനി അത് ഇട്ടിട്ട് റെഡി ആവേണ്ടി വരും. സുന്ദരിയായ റുവയുടെ ഷൂ നോക്കട്ടെ. റുവയുടെ ഷൂ എവിടെ? ഷൂ പുതിയത് ഷൂ, ലൈറ്റ് കത്തണ ഷൂ നോക്കട്ടെ റുവ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ.